അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം മരണം സംഭവിച്ചു. അകാരണമായി ഓപ്പറേഷൻ ചെയ്തു. വലതുകാലിൽ ചെയ്യേണ്ടുന്ന സർജറി ഇടതുകാലിൽ ചെയ്തു. ഇങ്ങനെ കുറേ പരാതികൾ നമ്മൾ കേൾക്കുകയും പല ആവർത്തി ചർച്ച ചെയ്യുകയും ചെയ്ത ശേഷം അതിന്റെ പാട്ടിന് വിട്ടിട്ട് നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണല്ലേ നമ്മൾ. ഇതൊക്കെ നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരുന്ന സമയത്താണ്. സീരിയസ്ലി ഞാനിത് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ എൻ്റെ മോന് മുണ്ടിനീര് കെണ്ടവീക്കം വന്ന കാര്യം ഞാനിപ്പോൾ 2-3 വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഴൽമന്നം അലക്സാണ്ടർ മെമ്മോറിയൽ ഹോമിയോ ക്ലിനിക്കിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൂന്ന് ഹോസ്പിറ്റലിൽ ഇവിടെ മാറി കാണിച്ച ശേഷം ഇത് മുണ്ടിനീരാണെന്ന് മനസ്സിലായപ്പോൾ കുറേ ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഹോമിയോ ആണ് നല്ലതെന്ന്. അങ്ങനെ നമ്മൾ ഹോമിയോയിൽ കാണിച്ചു. ഫസ്റ്റ് ടൈം നമ്മൾ അവരെ അവിടെ കൊണ്ടേ കാണിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര സിക്കായിരുന്നു. ഭയങ്കര സിക്ക് എന്ന് പറഞ്ഞാൽ ഇവന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അതേപോലെ തലചുറ്റലുണ്ടായിരുന്നു, വൊമിറ്റിംഗ് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അസാധ്യ വേദന ഉണ്ടായിരുന്നു, ഉറങ്ങാൻ അയക്കാത്ത അത്ര പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ മോനിക്ക്. നമ്മൾ രാത്രിയൊക്കെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമ്മൾ വെള്ളം, അതായത് 2 കുപ്പിയിൽ വെള്ളം തരാം, ആ വെള്ളം അരമണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ മതി, എന്നിട്ട് നിങ്ങൾ 3-ാമത്തെ ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് അവർ ആരെയൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവർ അഡ്മിറ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ, സാധാരണഗതിയിൽ അങ്ങനെയല്ല, അഡ്മിറ്റ് ആക്കുന്നതും അഡ്മിറ്റ് ആക്കാതിരിക്കുന്നതും ഒക്കെ പേഷ്യന്റിന്റെ ചോയ്സ് ആണല്ലോ. അപ്പോൾ നമ്മളത് അത്രമാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആളുകൾ സംസാരിച്ചിട്ട് പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് ഇവർ 3 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. അന്ന് നമ്മൾ പോകുന്ന സമയത്ത് മോന് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം അവിടെ എത്തുന്ന സമയത്ത് എൻ്റെ മോൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 99.4 ആയിരുന്നു ഉണ്ടായിരുന്നത്. പറയത്തക്ക ഒരു വലിയ പനിയോ കാര്യങ്ങളോ ഒന്നും അവനുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഈ 99.4 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കണ്ണിൽ സൂര്യൻ കുത്തുന്നു. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടെമ്പറേച്ചറാണ്. അവന് പനി നല്ലോണം ഉണ്ട് എന്ന് പറയും. പിന്നെ അതിനുശേഷം ഇവൻ്റെ നീരുണ്ടല്ലോ, നീര് കഴുത്തിലോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഇപ്പം തന്നെ കുട്ടീനെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു. അഡ്മിറ്റ് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, ഒരു നമ്മുടെ അടുത്ത് ഉണ്ടാവില്ലേ അഡ്മിഷൻ എഴുതുന്ന സമയത്ത് ഇവൻ്റെ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മുതൽക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് കാണിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ പ്രിസ്ക്രിപ്ഷനും അതേപോലെ എന്താണ് അഡ്മിഷനുള്ള റീസൺ, എങ്ങനെയാണ് അഡ്മിറ്റ് തന്നെ വേണോ എന്നുള്ള കാര്യം കൂടെ എഴുതി തരികയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഗവൺമെന്റ് ഹോമിയോ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ചോദിച്ചിട്ട് കൊണ്ടുവരാം. ഒന്നല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അഡ്മിറ്റ് ആക്കണ്ട മോനെ, കാരണം കുഴൽമന്നും പത്തിരിപ്പാലും തമ്മിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വരെ എനിക്ക് മോനെ അവിടെ നിർത്തിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം അഡ്മിറ്റ് ആക്കണ്ട, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അഡ്മിറ്റ് ആക്കാം. അതിന് പോരാഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡിനോട് കോൾ ചെയ്ത് ചോദിക്കും, ലേഡി ഡോക്ടറാണ് കേട്ടോ, കോൾ ചെയ്ത് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബഷിനെ കോൾ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ബഷി പെങ്ങളെ കൂടെ പാലക്കാടായിരുന്നു, കോട്ടിൽ ഒരു ആവശ്യമായിട്ട് പോയതായിരുന്നു. അപ്പോൾ ബഷി പറഞ്ഞു ഇവൻ ആകെ ടെൻഷനായി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബഷി ഭയങ്കരമായിട്ട് ടെൻഷനായി. മോനെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞുകൊടുന്ന് പറഞ്ഞപ്പോഴേക്കും ഉമ്മ വീട്ടിൽ കരച്ചിലും ബഹളം തുടങ്ങി. എനിക്ക് ഇങ്ങനെ കയ്യും കാലും വിറയ്ക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മളവിടെ നിൽക്കുമ്പോൾ. അതായത് നമ്മൾ കുട്ടിക്ക് ഓക്കെ ആണ്, ഇവനെ ഏകദേശം മാറിയിക്കണമെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും അഡ്മിറ്റ് ആക്കണ്ട, ഞാൻ അവിടെ പോയിട്ട്, അതായത് വീട്ടിൽ പോയിട്ട് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഞാൻ കാണുമ്പോൾ എൻ്റെ മോന് പച്ചവെള്ളം പോലെ ഉണ്ട്. ഇവനും അതാ പറയുന്നത് കേട്ടോ, അതായത് ടെമ്പറേച്ചർ പുറത്തേക്ക് നമുക്ക് തീരെ അറിയുന്നുണ്ടായിരുന്നില്ല. അവനും അതാ പറയുന്നത്, എനിക്ക് പനിയില്ല ഡോക്ടർ, എൻ്റെ വേദനയൊക്കെ മാറിയിക്കണോ, നിങ്ങൾ എന്താ ഈ അധികമായി എന്ന് പറയുന്നതെന്ന് ഇവനും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് അത് അധികമായി എന്നാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ കരുതുക, ഇത് അധികമാണ് എന്നാണല്ലോ കരുതുക. ആകെ ടെൻസ്ഡ് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വരാൻ നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു മോനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റൂല, അവൻ അവിടെ നിർത്തിയേ പറ്റുള്ളൂ, നമ്മൾ എന്താ എടുക്കളയെന്ന് വെച്ചാൽ എടുത്തിട്ട് തിരിച്ചു പോകുന്നവർ അവൻ മോനെ ഒറ്റയ്ക്ക് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ അധികമാണെന്ന് പറയുന്ന ഒരു കുട്ടീനെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുക, അതെനിക്ക് എന്തായാലും നടക്കില്ല, ഞാൻ മോനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ആ മെഡിസിൻ വാങ്ങിയിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അഡ്മിറ്റ് ആവാൻ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മെഡിസിൻ വാങ്ങുന്നത്, നിങ്ങൾ ഈ മെഡിസിൻ കൊടുക്കൂലല്ലോ, ഒന്നല്ലെങ്കിൽ മെഡിസിൻ മാറ്റി തരും, അതല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ മെഡിസിൻ വാങ്ങിയിട്ട് നിങ്ങൾ ഇത് തന്നെയാണോ വന്നാൽ കൊടുക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് പറയാൻ പറ്റില്ല, അത് ഡോക്ടർ ആ സമയത്ത് മരുന്ന് ചിലപ്പോൾ മാറ്റി തരും, അപ്പോൾ നിങ്ങൾ ആ മെഡിസിൻ വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മെഡിസിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വന്നിട്ട് ആ മെഡിസിൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 3 ദിവസം മുന്നേ കാണിച്ചതിന് പുറമെ ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതിന് വേറെ കൺസൾട്ടേഷൻ ഫീ എങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം, അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൺസൾട്ടേഷൻ ഫീ മാത്രം പേയ്മെൻറ്റ് ചെയ്തു. ആ സമയത്ത് അവർ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റൂമാണോ വേണ്ടത് അതോ വാർഡാണോ വേണ്ടതെന്നുള്ളത് ഇപ്പോൾ പറയണം. വാർഡാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് 500 രൂപ വേണം, വാർഡിന് 500, റൂമിന് 1000 രൂപ.
ഒരു ദിവസത്തേക്ക് വേണം. വാർഡിൽ നിങ്ങൾ ഒരാൾ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. റൂം ആണെങ്കിൽ 2 പേർക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അത് ഈ 1000 രൂപയുടെ റൂം എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4 പേർക്ക്, അതായത് 4 പേഷ്യൻ്റ് ഉള്ള റൂമുകളാണ് കേട്ടോ. ഒരു ഡോർമെറ്ററി പോലെ അതിനകത്ത് തന്നെ 4 പേഷ്യൻ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെ 2 പേർക്ക് നിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടൈം വേണം, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ മാറി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനാ ഡോക്ടർ എൻ്റെ ഇത് പറഞ്ഞത്, പിന്നെ നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾക്ക് ഇന്ന് അവിടെ തന്നെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോരെ, ചോദിക്കാനുള്ള ആൾക്കാരത്തൊക്കെ ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ പേപ്പർ വെട്ടിയിട്ട് എന്താ പറയുക അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോന് ഇനി അധികമായി കഴിഞ്ഞാൽ, നിങ്ങളുടെ മെഡിസിനാണല്ലോ നമ്മൾ ഇത്രയും ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇനി ഇവന് അധികമായി കഴിഞ്ഞാൽ ഇൻ കേസ് അഡ്മിഷൻ വേണമെന്ന് തന്നെയാണ് വേറൊരു ഡോക്ടറും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ കൊടുത്ത മെഡിസിൻ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റുമോ ചോദിച്ചു. അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു കാർഡ് മാത്രം എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ഫിസിക്കലി എൻ്റെ മകൻ ഭയങ്കര ഓക്കെ ആയിരുന്നു ആ ഒരു ടൈം ആയപ്പോഴേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ തിരിച്ചു വരുമ്പോൾ ശിവശങ്കരൻ ഡോക്ടറിനെ നമ്മുടെ തൈക്കാട്ട് മെഡിക്കൽസിലുള്ള പീഡിയാട്രീഷനെ കൊണ്ടേ കാണിച്ചു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സാറിനെയാണ് കൂടുതലും കാണിക്കുക. അപ്പോൾ ഈ ഹോമിയോ കാണിക്കേണ്ട ഒരു സൂക്കേടാണ് ഇത് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മറ്റേ ഹോമിയോക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറെ കാണിച്ച സമയത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഐഷ ഇത് വൈറസ് കൊണ്ടുവരുന്ന ഒരു അസുഖമാണ്, മാത്രമല്ല ഇതിന് പത്യോ ബാക്കിയുള്ള സാധനങ്ങളോ ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും ഇത് കുറച്ച് ദിവസങ്ങൾ എടുക്കും, ശരീരത്തിൽ ഇതിൻ്റെ വൈറസ് കയറി 10 ദിവസം കഴിഞ്ഞാലാണ് ഇത് ബോഡി റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ വീർക്കുക. അത് തന്നെ ഉമിനീർ ഗ്രന്ഥിനെയാണ് ബാധിക്കുക. അതായത് ഇവിടെയാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിനെയാണ് ബാധിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മോനക്ക് എണ്ണയിൽ വറുത്തതൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല, ചിക്കൻ ബീഫ് നോൺ വെജ് ഒന്നും പറ്റൂലായിരുന്നു, ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റൂലായിരുന്നു, ഇളനീര് കൊടുക്കാൻ പറ്റൂലായിരുന്നു, ഒക്കത്തിലും പത്തിയായിരുന്നു ഹോമിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു നീ ഇത് പത്തി എടുത്താലും ആ കുട്ടി ടയേർഡ് ആവുന്നല്ലാതെ അവനക്ക് കാര്യമൊന്നുമില്ല, പത്യം എടുക്കാതെ നീ എന്ത് ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ദഹിക്കാൻ എളുപ്പമുള്ളത് കൊടുത്താൽ മതി, കാരണം പാങ്ക്രിയാസിലോട്ടൊക്കെ ദഹന പ്രക്രിയയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഉമിനീർ ഗ്രന്ഥിനെയാണല്ലോ അത് ബാധിച്ചിട്ടുള്ളത്, അപ്പോൾ ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡുകൾ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അൽഹംദുലില്ലാ ഇവർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ മോന് അന്ന് മുതലേ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴുത്തിലോട്ട് ഇറങ്ങിയിട്ട് തന്നെയാണ് മാറിപ്പോവാന്നാണ് എൻ്റെ ഇത് പീഡിയാട്രീഷ്യൻ പറഞ്ഞത്. അപ്പം അന്ന് മുതലേ എൻ്റെ മോന് കുറഞ്ഞു വന്നിട്ട് ഇപ്പം അൽഹംദുലില്ലാ അവൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% ക്ലിയർ ആയിട്ടുണ്ട്. അവന് വേദനയില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല, നീരാണെങ്കിലും 90% പോയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഓക്കെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ക്യാഷിന് വേണ്ടിയിട്ടുള്ള വെറും ബിസിനസ് മാത്രമായിട്ട് കാണാതിരിക്കുക. എല്ലാ ഡോക്ടർമാരോടാണ് പറയാനുള്ളത് കേട്ടോ. കാരണം നല്ല ഡോക്ടേഴ്സ് ഒരുപാടുണ്ട്. ഒരേ സമയം 2 ഡോക്ടർമാരെ ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ട ഒരാളാണ്. ഞാനൊരു അസുഖമായിട്ട് ഒരേ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. എൻ്റെ മോളുടെ ഡെലിവറിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സെയിം ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ തന്നെ എൻ്റെ അപ്പൻഡൈറ്റിസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൻഡൈറ്റിസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എന്നെ പോസ്റ്റ് ICU എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് OP ICUയിലോട്ട് മാറ്റിയ സമയത്ത് അവിടെ തൊട്ടിപ്പുറത്ത് ഒരു പേഷ്യൻ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അവർ കയ്യും കാലും കയറെടുത്ത് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പേഷ്യൻ്റ് വേദനിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്, അവരിങ്ങനെ വേദനിച്ച് നിലവിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് ഇവരുടെ കയ്യും കാലും നിങ്ങൾ കെട്ടിയിട്ട്, ഞാനൊന്ന് ചെരിഞ്ഞ് കിടക്കട്ടെ പറഞ്ഞാണ് നിലവിളിക്കുന്നത്. അപ്പോൾ എന്തിനാ കയ്യും കാലും കെട്ടിയിട്ടേന്ന് പറഞ്ഞപ്പോൾ അവർ അനങ്ങുന്നത് സിസ്റ്റർമാർക്ക്, അതായത് ഇവർ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സിസ്റ്റർമാർക്ക് ഇവരുടെ സർജറി കഴിഞ്ഞതിൽ ഇവർ തൊടുകയോ അല്ലെങ്കിൽ പിടിച്ച് വലിക്കുകയോ ചെയ്യുമോ എന്നുള്ളത് പേടി കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അതായത് ബൈസ്റ്റാൻഡേഴ്സിന് ICUവിൻ്റെ അകത്ത് നിർത്തില്ല, സിസ്റ്റർമാർക്ക് ഇവരെ നോക്കാനുള്ള ഒഴിവില്ല. അന്ന് എനിക്ക് യൂട്യൂബിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് തുറന്ന് അലക്കിയിട്ടുണ്ടാവും. എന്താ പറയുക, അപ്പോൾ ഇവർക്ക് ബൈസ്റ്റാൻഡേഴ്സിന് നിർത്താൻ പറ്റില്ല ICUവിനകത്ത്. അതേപോലെ തന്നെ സിസ്റ്റർമാർക്ക് ഇവരേനെ ഇത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കലും പോസിബിൾ അല്ല. അതിനുള്ള എളുപ്പപ്പണിയാണ് എന്ത് ICUവിനകത്ത് കയ്യും കാലും കെട്ടിയിടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും ഏത് ഡോക്ടേഴ്സിനോടാണെങ്കിലും ഇപ്പം അന്നത്തെ സമയത്ത് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഭയങ്കര കൈൻഡ് ആയിരുന്നു. അമ്മോ കാറ്റ് ഭയങ്കര കൈൻഡായിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന ഡോക്ടറായിരുന്നു കേട്ടോ. എൻ്റെ ഓരോ പെയിനിലും ഡോക്ടർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ടൈമിൽ ഞാൻ കാണുന്നത് ഈ ഒരു കാഴ്ച കൂടെ ആയിരുന്നു. എന്നെ വല്ലാതെ മാനസികമായിട്ട് വല്ലാണ്ട് ഇടങ്ങേറാക്കിയതായിരുന്നു. കാരണം അയാൾ അത്രയും ഒച്ചയിട്ട് ബഹളം വെച്ച് എനിക്കൊന്ന് ചെരിഞ്ഞടക്കാനാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റാണ്ടാണ്, പ്ലീസ് സിസ്റ്ററെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന നമ്മുടെ മനസ്സ് പൊട്ടുന്നുണ്ടായിരുന്നു. അത്ര പോലും കരുണയില്ലാത്ത പൊട്ടലായിരുന്നു രീതിയിലായിരുന്നു ആ ഒരു സിസ്റ്റർമാർ പെരുമാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, മനുഷ്യനല്ലേ ആ കിടക്കുന്ന ഡോക്ടറെ, എന്ത് രീതിയിലാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറും മറ്റേ ഡോക്ടറോട്, അതായത് ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ അടുത്ത് ഈ ഡോക്ടർ സംസാരിക്കാട്ടോ ഐഷ, നീ ഒന്നും വിചാരിക്കണ്ട, ഞാൻ സംസാരിക്കാട്ടോ എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ICUവിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് ഒരു CCTV ക്യാമറയെങ്കിലും
ICUയിൽ വെച്ചിട്ട് ഒരു മോണിറ്റർ നിങ്ങൾ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് മോശമായിട്ട് അവരോട് സംസാരിക്കണമെന്നറിയോ? അവിടെ അടങ്ങി കിടക്ക്, കൈ അഴിച്ച് വിട്ടിട്ട് എന്തിനാ, നിനക്ക് പ്ലാസ്റ്റർ പിടിച്ച് പഠിക്കാനല്ലേ. അവര് വേദന കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ, അവരോട് അങ്ങനെ സംസാരിക്കാൻ എങ്ങനെ സിസ്റ്റർമാർക്ക് പറ്റിയെന്നുള്ളത് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പേടി, അന്നേശം എനിക്ക് പേടിയാണ്. എൻ്റെ അമ്മായിയമ്മനെ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഉമ്മിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ട, എന്നെ വെന്റിലേറ്ററിലേക്ക് വെക്കണ്ടെന്നൊക്കെ. അപ്പൊ അന്നത്തെ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ ICUയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മിച്ചി രക്ഷപ്പെടുന്നുള്ളതിന് നിങ്ങളൊരു ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ മാറ്റാൻ തയ്യാറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മിച്ചിനെ ICUയിലേക്ക് മാറ്റണ്ട കേട്ടോ. എല്ലാവരും അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ മാറ്റണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, നമുക്ക് കാണാനും പറ്റുന്നില്ല. അപ്പൊ എന്തിനാണ് ഇത്തരത്തില് ഒരു അറ്റ്ലീസ്റ്റ് ഇവിടെ ഇതിനുള്ളിൽ നടക്കുന്ന എന്താന്നുള്ളത് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള നമുക്കെങ്കിലും അറിയാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഈ ഹോസ്പിറ്റലുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടുത്തേക്ക് പോകുന്ന ആയിരക്കണക്കിന് രോഗികളിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നത്. പക്ഷേ ഈ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളതിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തരുന്നത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കും. അത് നമ്മൾ ഓരോ ബൈസ്റ്റാൻഡേഴ്സും നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ ഞങ്ങൾ ഉറക്കൊഴിച്ച് നോക്കും. അവർ ഒരു തവണ പോലും അവരെ പ്ലാസ്റ്ററിൽ കൈ വെക്കാതെ നമ്മൾ ഊണും ഉറക്കൊഴിച്ച് അവരെ കൂടെ ഇരുന്ന് അവരെ കൈ തടഞ്ഞു വെച്ച് അവരെ സമാധാനിപ്പിച്ച് ഞങ്ങൾക്ക് നോക്കാനുള്ള കഴിവുണ്ട്. അത് പറ്റില്ല, അതിന് നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പീഡിപ്പിക്കാതിരിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കത് കാണാൻ, നിങ്ങൾ പീഡിപ്പിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ അകത്ത് വെച്ച് അതിന് മോണിറ്റർ പുറത്ത് വെച്ച് തരാം. ഞങ്ങൾ ഉള്ളിൽ കയറിയല്ലേ ഹൈജീനിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇൻഫെക്ഷന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ കയറിയാലല്ലേ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ പ്രോട്ടോകോളിനൊക്കെ എഗെയിൻസ്റ്റ് ആവുള്ളൂ. അപ്പൊ ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ല, നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി തന്നാൽ മതി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ, ദയവ് ചെയ്തിട്ട്. ഇപ്പൊ എൻ്റെ മോൻ്റെ ഒരു കേസ് വന്ന സമയത്ത് ഞാൻ ഇതും കൊണ്ട് വരാനുള്ള ഈ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് ഇൻസിഡന്റ് ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉപ്പാടെ കേസിൽ നമ്മൾ കുറെ അനുഭവിച്ചിട്ടുണ്ട്, ഉമ്മിച്ചിയുടെ കേസിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്, പെങ്ങളെ കേസിൽ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ്റെ കേസിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ മുന്നിലൂടെ പോയിട്ടുണ്ട്. എന്തിന്, ഞാൻ ഒരു തവണ കുറേ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താത്താടെ കുട്ടീനെ പിച്ചിയ കേസിൽ. അപ്പം ഇങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ എത്ര തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നാലും ഇതൊന്നും ആരും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കാണാനോ ഒന്നും പറ്റാറില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അകാരണമായിട്ട് നിങ്ങളുടെ അടുത്ത് കുറേ വലിയ ടെസ്റ്റുകൾ എഴുതി തരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അതുപോലെ നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, നിങ്ങൾ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറുടെ ഒപ്പീനിയനും കൂടെ എടുക്കുക. എൻ്റെ അപ്പൻഡൈറ്റിസ് ഇതേ ഇപ്പൊ പൊട്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഫിസിക്കലി ഓക്കെ ആയിരുന്നു, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്താൽ മതിയായിരുന്നു എന്ന് സ്റ്റിൽ ഈ ഒരു മൊമെന്റ് വരെ പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയം അതവർ ചൂഷണം ചെയ്യാണ്. ഈ അപ്പൻഡൈറ്റിസ് ഇപ്പൊ പൊട്ടും, അതുകൊണ്ട് ഇത് ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അതിന് മാത്രമുള്ള പെയിനോ അല്ലെങ്കിൽ ഞാൻ അതിന് മാത്രം ഫിസിക്കലി വീക്കായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്കാന് പുറത്തുനിന്ന് എടുക്കാനും കൂടെ ഉള്ള ഒരു ഓപ്ഷൻ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അപ്പൻഡൈറ്റിസിന്റെ ലെങ്തോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല അവരെൻ്റെ ഓപ്പറേഷൻ ചെയ്തത്. സ്കാർ ടെൻഡർനെസ്, അതായത് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടായിരുന്നു അവരെൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടുന്ന കേസുകളാണെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. കഴിയുമെങ്കിൽ ഇത്തരം അറവുശാലയിൽ പോയിട്ട് പെടാതിരിക്കുക. ഡോക്ടേഴ്സിനോടാണ്, നിങ്ങൾക്ക് ഒരു എത്തിക്സ് ഉണ്ടാവുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും കൊണ്ട് നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങളും അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.